ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന പോലെ ഡെലിവറിക്ക് ശേഷം ഫ്രീ ബീസായി നമുക്ക് കിട്ടുന്ന ചില മെൻ്റൽ ഇഷ്യൂസ് ഉണ്ട്. അതിൽ മെയിനാണ് മെമ്മറി ലോസ് എന്ന് പറയുന്നത്. മുമ്പ് ഈസിയായി ഓർത്തെടുത്തുകൊണ്ടിരുന്ന പല കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ഓർമ്മയിൽ നിന്ന് മറന്നു പോകും. സ്ഥലങ്ങളുടെ പേരുകൾ, സാധനങ്ങളുടെ പേരുകൾ, സ്പെല്ലിങ്സ്, അങ്ങനെ പലതും. ഒരിക്കൽ ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ കുഞ്ഞിൻ്റെ പേര് ചോദിച്ചു. എനിക്ക് ആ സമയത്ത് ഓർത്തെടുക്കാനായില്ല. പിന്നീട് എൻ്റെ ഫോണിലെ റിമൈൻഡേഴ്സിൻ്റെയും ഭിത്തിയിലെ സ്റ്റിക്കി നോട്ട്സിൻ്റെയും എണ്ണം വല്ലാതെ അങ്ങ് കൂടി. ഇതിൻ്റെ കൂടെ നമുക്ക് ബോണസായി കിട്ടുന്ന വേറൊരു ഐറ്റം കൂടിയുണ്ട്, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. മുമ്പ് നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇൻ ബിറ്റ്വീൻ ഡിസ്കണക്റ്റഡ് ആയിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയി പോയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇതൊക്കെ ആവുമ്പോൾ ഞാൻ ഇവിടെ ട്രാപ്പിലായിപ്പോയോ, എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, എൻ്റെ ലൈഫ് തന്നെ വോത്തിയല്ലാതായി പോകുന്നു എന്നൊരു തോന്നലൊക്കെ വരും. ആ സമയത്ത് കുഞ്ഞൊന്ന് നിർത്താതെ കരയോടെ ചെയ്യണം. ഈ ടെൻഷൻ എല്ലാം കൂടെ തലയിലിരിക്കുമ്പോൾ ഫുള്ളൊരു തലയ്ക്കൊരു പെരുപ്പാണ്, ഒരു വല്ലാത്ത അവസ്ഥ. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു വെറൈറ്റി ഒരു ഫീലിംഗ് കൂടിയുണ്ട്. കുഞ്ഞിന് ഞാൻ ചെയ്യുന്നതെല്ലാം ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണോ, അവൻ്റെ ഹെൽത്ത് ഓക്കെ ആണോ, അവന് ആപത്തൊന്നും വരില്ലല്ലോ, അങ്ങനെ ഒരു തോട്ട് വേറെ. ഇതിനെല്ലാം ആഡ് ഓൺ ആയിട്ട് ലോൺലിനെസ് എന്ന് പറയുന്ന അവസ്ഥയും, എൻ്റെ ഫീലിങ്സ് ഷെയർ ചെയ്യാൻ, എനിക്ക് സംസാരിക്കാൻ, എന്നോട് സംസാരിക്കാൻ ആരുമില്ല എന്ന തോന്നലുകളും. ഈ ഫുൾ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് പല ഇൻസിഡൻറ്റ്സ് ടി വിയിലും ന്യൂസ് പേപ്പറുകളിലും ന്യൂസായിട്ട് നമ്മൾ കാണുന്നത്. സോ പോസ്റ്റ്മോർട്ടം നീഡ്സ് help.